ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ആക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഒരു പുതിയ ഷെഫിനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അല്ലേ ലോകു? ലോകൂട്ടാ അത് ഉറക്കം വരുന്നുണ്ടാ? അപ്പോൾ ഇന്ന് അതിക്കുട്ടനാന്ന് കേട്ടാ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിയാ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഓന് ഇഷ്ടപ്പെട്ട ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും. അപ്പോൾ എന്നാ അതി ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ വീടാ കപ്പൊക്കെ പഴുത്തിട്ടുണ്ടായിനി. എന്നറേ കഴിഞ്ഞ പ്രാവശ്യം പഴുത്തരേ വിചാരിച്ചാന്ന് കോക്ടെയിലാക്കണമെന്ന്. അതെല്ലാം മുറിച്ച് തിന്ന് തീർത്തു. അപ്പോൾ ഇപ്പോൾ 2 പഴുത്തിട്ടുണ്ടായിനി. നല്ല നാടൻ കപ്പക്ക. അതിനെക്കൊണ്ട് നമുക്ക് നല്ല അടിപൊളി കണ്ണൂർ കോക്ടെയിലാക്കാം. ഞാനല്ല, അതിക്കുട്ടൻ സ്പെഷ്യൽ കണ്ണൂർ കോക്ടെയിൽ. അങ്ങനെ ശരിക്കും ആക്കാൻ അറിയില്ല, എന്നാലും അതുപോലെ ആക്കാം അല്ലേ? അപ്പൊ അത് കോക്ടെയിൽ ഉണ്ടാക്കാൻ തുടങ്ങാ. ഞാനും ലോകൂട്ടനും ഇതുവരെ കോക്ടെയിൽ കഴിച്ചിട്ടാ. അതിക്കുട്ടൻ കുടിച്ചിനി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയാത്തോണ്ട് അതിക്കുട്ടൻ രക്ഷപ്പെട്ടു. പാല് കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിനി. നീ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടല്ലേ? അപ്പോൾ ഇതാ നമ്മളെ കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യാരറ്റ് ഇതാ വേവിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. പീസാക്കിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ലോകാണ് നിന്റെ അസിസ്റ്റന്റ്. നല്ലോണം പഴുത്തിന്. ഇത് സ്പൂൺ എടുക്കുക. ഒരു കപ്പൊക്കെ മതിയാ? എൻ്റെ കപ്പൊക്കെ എടുക്കാം നമുക്ക്. കുറെ കുടിക്കാം. 60 രൂപയ്ക്ക് കുറച്ച് ഉണ്ടാവില്ല. വലിയ ഗ്ലാസ് കുറച്ച് നല്ല ടേസ്റ്റ്. പക്ഷേ നമ്മ യൂട്യൂബിൽ ഇപ്പൊ കേട്ടില്ല, 70 റുപ്യ എന്നല്ല അന്നല്ലമ്മ. ഇത് ഞാൻ പോത്തിട്ടാ നല്ലോണം പഴുത്തിന്. കുറച്ച് കുഴപ്പമില്ല. നമുക്കിത് അങ്ങനെ കഴുകാട്ടാ. ശരി, ചേനത്തിനുണ്ടല്ലേ? അടുക്കള മൊത്തം നാശാക്കും അങ്ങനെ 2 കൂടിയിട്ട്. ആക്കി കഴിയുമ്പോഴത്തേനും ചേർന്നിട്ടാക്കിയില്ല. ചെണ്ടിട്ട് എടുക്കുന്നു. എല്ലാം പകുതി മുറിച്ച് നമുക്ക് തരുന്നത്. ആക്കുന്നാള് ഷെഫാണ്. ഷെഫിന് പണിയൊന്നും. ഇത് ഷെഫിന്റെ സഹായിയാണ്. ഷെഫിന്റെ 2ാമത്തെ സഹായം ഫോൺ എടുത്തിട്ടേ. നല്ലോണം പഴുത്തത് മാത്രമേ അങ്ങനെ ചേരണ്ടി എടുക്കാൻ പറ്റുന്നില്ലൂ. ഇതിന്റെ ഞാൻ പിന്നെ അത് ചേരണ്ടുമ്പോ കൊറേ ഒന്നും കിട്ടുന്നില്ല. അത് ഞാൻ തോല് മുറിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് തോല് മുറിച്ചെടുക്കുക. ഇപ്പൊ തണുപ്പ് സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് കേട്ടാ. ഇപ്പൊ ചൂട് സമയത്ത് തണുപ്പ് സമയത്തൊന്ന് ചൂടുള്ളതൊക്കെ കുടിക്കുക. ഇപ്പൊ ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് കേട്ടാ. എന്താ വെച്ചാൽ ഇപ്പൊ ഈ ചൂടിന് എന്ത് തണുത്തത് കിട്ടിയാലും അത് കുടിക്കാൻ പോകും. അത്രയും ചൂടാണ്. നമ്മ തെയ്യത്തിനാവുമ്പോ ഐസ്ക്രീം മേടിക്കാണ്ടിക്കൂല അല്ലേ? തേത്തിനോ മാത്രല്ല, ഇന്നലെ നിങ്ങൾ പോയിട്ട് ഐസ്ക്രീം ഭയങ്കര ചൂടാണ്. എത്രയാ തണുത്തോളം വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുന്നത്. അപ്പൊ ആ കപ്പക്കെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ക്യാരറ്റും ഇവിടെ വെന്തിട്ടുണ്ട്. പറയ് ഷെഫ്. നമ്മളെ കപ്പക്ക ക്യാരറ്റ് ഐസ്ക്രീം പാല്. നമുക്കത് കപ്പക്ക ആദ്യം മിക്സിയിലിടാം. അപ്പോൾ ജ്യൂസ് അടിക്കാൻ സ്പെഷ്യലായിട്ട് അമ്മമ്മേന്റെ മിക്സി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതില് നമ്മ ഇതുവരെ അടിച്ചില്ല, വീഡിയോയില് കാണിച്ചില്ല. ഇതുവരെ അരിപ്പിണ്ട് ഇല്ല വീഡിയോയില്.
മേടിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടായിനി ഈ ജ്യൂസ് ആക്കുന്നതിൽ ഇതുവരെ ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചിട്ട്. അപ്പൊ നമ്മളാ കോക്ടെയിൽ ആക്കിയിട്ട് തന്നെ നമുക്ക് ഉദ്ഘാടനം കഴിക്കാം അല്ലേ? നമുക്ക് ക്യാരറ്റ് ഇടാം. പുളിങ്ങനെ ക്യാരറ്റാണ്. പ്രോ ഷെഫാകുമ്പോ അങ്ങനെ താഴെല്ലാം പോവല്ലേ? കൈ മുറിക്കല്ലേ? കത്രിക എടുത്തോ? കത്രിക കൈ മുറിക്കല്ലേ? ആ കത്രികക്ക് മുറിച്ചില്ല. അതിലേക്കൂടെ വീഴടാ. പാല് കുറച്ച് കട്ടയല്ലേ? കുറച്ചേക്ക് അതി വേണത്. പിന്നെ കട്ട പൊട്ടിക്കണ്ടു. ഫുൾ ഐസും കട്ടിയാ നല്ലത്. കുറച്ച് പൊട്ടിച്ചിട്. പുല്ല് കുനാഫ ചോക്കളിച്ചേ പുല്ലുണ്ടായും അവിടത്തില്ലേ തലപ്പുണ്ടിട്ട് കഴിക്ക്. നമുക്കിനി അടിച്ചതിന് ശേഷം ഐസ്ക്രീം ഇടല്. അല്ല ഇപ്പൊ തന്നെ ഒന്ന് അടിച്ചിട്ടിട്ടാ മതി. പഞ്ചസാര ആണോ? അല്ല ഇതൊന്ന് അടിച്ചതിന് ശേഷല്ലേ ഐസ്ക്രീം ഇടണ്ട്. മധുരത്തിനനുസരിച്ചിട്ടോ. ഓൾറെഡി ഐസ്ക്രീം എല്ലാം വന്നാലും കുറച്ച് 4 മതിയാവോന്നറിയില്ല. 4 സ്പൂണൊന്നും മതിയാവോന്ന് അറിയില്ലാന്ന്. ഇത് ഷെഫ് നമ്മളോടാ ചോദിക്കുന്നത്. മതി നോക്കിട്ടിടാം. ഷെഫ് മതി. ഷെഫിന് പിന്നെ ഉണ്ടാക്കുമ്പോ ഇഷ്ടമാണോ? ഇപ്പം അങ്ങനെ ഇടല്ലോ. ഇതിങ്ങനെയുണ്ടോ? അയ്യോ മാറിപ്പോയിട്ടുണ്ട്. ഇല്ല ഷെഫിനെല്ലാം അറിയാം. ഇതെങ്ങനെ മിക്സ് ചെയ്യും? തിരിക്കുന്നിട്ട് ആയിട്ടാ ഞാൻ നോക്കട്ടെ. ഓക്കെ പ്രശ്നമില്ല. ഓക്കെ അല്ലേ? ഐസ്ക്രീം നമ്മൾ ഇടാം. നിങ്ങൾ ഇഷ്ടമുള്ള ഐസ്ക്രീം ഉണ്ടായി. കുറച്ച് ഐസും മറ്റേ ഐസും മറ്റേ തണുപ്പത്തിന്. ഇതിപ്പോൾ ആ പാലിൻ്റെ അടുപ്പം അത്ര ഇടുന്നത്. പഞ്ചസാര 2 സ്പൂൺ ഇട്ടോ. മധുരം കുറവാ? കുറച്ച്. പഞ്ചസാര മേലെത്തുമ്പത്തേ വെള്ളം താഴെത്തും. നമുക്ക് രണ്ടാമത്തെ മിക്സ് അടി. ഓക്കെ അതിൽ കൂടെ ഇതാ ആപ്പിളെല്ലാം തറച്ച് മുറിച്ച് എന്നാന്ന് പണിയെടുത്തതെന്ന് അറിയില്ല. എടുത്തിട്ട് കുനിക്കിയതിനും തോന്നും. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് അപ്പൊ നമുക്ക് ആപ്പിൾ നട്ടാ ചേരണ്ട ഇതിന്. ചൂടായിട്ട് വേഗം കറുപ്പടിക്കും ചെയ്യും. ആപ്പിളന്ന് കടിക്കുമ്പോ നല്ല രസം ഉണ്ടാവും. അനാറല്ലേ അതും കൂടി ഉണ്ടാകും. നല്ല കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി,
ഞാൻ ഫ്രൂട്ട്സ് പറഞ്ഞു പുതിയതട്ടി. ഇനി നമുക്ക് ഇത് തുറക്കട്ടെ. കുറച്ചെടുക്കാം. പൊട്ടന്ന് നടക്കാൻ വേണ്ടി നീ അത് എടുത്തോ. ഇങ്ങനെയാ കുറച്ചും കൂടി പാലൊഴിച്ചോ, നല്ല കട്ടിയുണ്ട്. മതിയോ? അത് മൊത്തം ഒഴിച്ചോ, അതിനാകെ അത്ര ഇല്ലല്ലോ. കുറച്ചിട്ട് ചെറിയ കളർ മേലാത്രേ ഉണ്ടാവുള്ളൂ. ഇത് മറിയോ അതിന്റെ അടിയിലേക്ക് കൂടെ ഒഴിക്കാനാവും. പക്ഷെ ജാറെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ പേടിച്ചിട്ട് അതിക്കൂട്ടെ എങ്ങനെ ഒഴിക്കുക. ഇപ്പൊ ഇത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് മറിയോ മേടിച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. ഓക്കെ, ഇതിലൂടെ പാൽ കിട്ടുന്നുണ്ട്. തുറക്കല്ലേ, അതിലേ കൂടെ വരും. ഇത് തുറന്നതിന് കുറച്ച് അത് നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാല് അരിച്ചിട്ട് അത് തുറന്നു കഴിഞ്ഞാൽ അതിലേ വരും. അതിന് വേണ്ടിയിട്ടാണ്. നല്ല കട്ടിയുണ്ട്. നമുക്ക് ആ കുഞ്ഞ് സ്പൂൺ ഉണ്ടാവൂല, അതി വലിയ സ്പൂൺ എടുക്ക്. അങ്ങനെ ആയാ കോക്ടെയില്. പിന്നെ അല്ലാണ്ട് ഒരു സ്പൂൺ സ്ട്രോ വെച്ചിട്ട് കൂട്ടി മാത്രം മതി. അന്നേരം സ്ട്രോ വെച്ചിട്ട് കുടിച്ചാൽ മറ്റേ ഇത് കിട്ടുക. അതിലെ നട്ട്സ് മുതലോ അതിൻ്റെ ഉള്ളിൽ കടിഞ്ഞു പോവില്ലേ? ശ്രദ്ധിച്ചില്ല കിട്ടിയ നമുക്ക് ഞാൻ സ്പൂൺ ഇത് ശരിക്കും വളയുന്നില്ലായിരുന്നു. നമുക്ക് സ്ട്രോ കട്ടി പിന്നെ തിളക്കാം. നല്ല കട്ടി. ഇത്ര കട്ടി വേണ്ട തോന്നുന്നല്ലേ? കുറച്ചും കൂടി പാലൊക്കെയായിരുന്നു. ഐസ്ക്രീം കുറച്ചും കൂടി വേണമായിരുന്നല്ലേ? അപ്പോൾ അതിക്കൂടെ സ്പെഷ്യൽ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണൂർ കോക്ടെയിൽ ബാക്കിയായിരിക്കാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കല്ലേ? ഇത് നേരെ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ. സൂപ്പർ കിട്ടുന്നുണ്ട് കേട്ടോ. വലിയ സ്ട്രോ ആയതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. കുഞ്ഞൊരു കപ്പക്കന്നെ ഇത് ഇരുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യുന്നില്ലേ? ഒരു കപ്പൊക്കെ ഇട്ടാതിരുന്നു. പിന്നെ പാല് കുറച്ചും കൂടി വേണം തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റിന് ആ കോക്ടെയിൽ ആ ടേസ്റ്റ് ഒക്കെ വരുന്നത്. പക്ഷെ കപ്പക്കന്നെ ഒരു കുഞ്ഞു ടേസ്റ്റ് കൂടിയിട്ട് വേറെ ടേസ്റ്റ് തന്നെ. അത് കുറച്ചും കൂടി പാല് വെച്ചിട്ട്. സ്റ്റോപ്പ് ഇത് പിടിച്ച ക്യാമറ പിടി. കുറച്ച് കൊടുക്കടാ. ഇത് വേറെ ക്ലാസ്സിലാക്കിയാലേ നടപടിയാവൂല് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മിക്കവാറും അടിയാവും. അപ്പൊ ലോകൂട്ട എങ്ങനെയുണ്ട് അതിക്കൂട്ടന്റെ കോക്ടെയിൽ? രസമുണ്ട് നല്ല. കുറച്ചും കൂടി പിന്നെ പാലും കൂടി വേണമായിരുന്നു അല്ലേ? നമ്മൾ 2 കപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് പാല് കുറച്ച് കുറഞ്ഞു പോയി പോലെ അല്ലേ? അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും കോക്ടെയിൽ കുടിച്ചു നോക്കിയാലേ അറിയില്ലൂ. എന്നാലും അതിക്കൂടെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയിന് കേട്ടാലോ ലോകു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിക്കൂട്ടൻ അങ്ങനെ കോക്ടെയിൽ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് എടുത്തയാന്ന്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. അങ്ങനത്തെ വെച്ചാക്കലടാ.